വിശകലനം: വ്യവഹാരങ്ങളിലെ നല്ല ഇസ്ലാമും ചീത്ത ഇസ്ലാമും. ടി.കെ.എം. ഇക്ബാൽ. സംഘപരിവാർ ലാവണത്തിൽ ചേക്കേറിയ എഴുത്തുകാരനും പണ്ഡിതനുമായ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനുമായുള്ള ഒരു അഭിമുഖം ഈയിടെ ഒരു സംഘ് അനുകൂല ചാനലിൽ കാണാനിടയായി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഖുർആൻ വായനയെക്കുറിച്ചും ബഷീറിൻ്റെ എഴുത്തുകളിൽ ഖുർആനിൻ്റെ സ്വാധീനത്തെക്കുറിച്ചുമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ബഷീറിനെ തീവ്രവാദിയെന്നും മതമൗലികവാദിയെന്നും ബ്രാൻഡ് ചെയ്യുന്ന പതിവ് സംഘപരിവാർ ആഖ്യാനത്തിൽ നിന്ന് ഭിന്നമായി അങ്ങേയറ്റത്തെ മതിപ്പോടും ആദരവോടും കൂടിയാണ് ബഷീറിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ചും ബി.ജെ.പി. ബുദ്ധിജീവി അഭിമുഖത്തിലുടനീളം പറയുന്നത്. ബഷീർ നന്മയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഉദാത്ത കഥകളെഴുതിയത് ഖുർആനിൻ്റെ മൂല്യങ്ങളാലും അധ്യാപനങ്ങളാലും പ്രചോദിതനായിട്ടാണെന്ന് അദ്ദേഹം പറയുന്നു. കൂട്ടത്തിൽ താൻ ഖുർആൻ വായിക്കാനിടയായ പശ്ചാത്തലം ഓർത്തെടുക്കുന്നു. ഖുർആൻ്റെ സ്പിരിച്വൽ തലമാണ് ബഷീറിനെ പ്രചോദിപ്പിച്ചത്. അതല്ലാത്ത ഒരു തലം ഖുർആനിനും ഇസ്ലാമിനും ഉണ്ട്. അത് യുദ്ധത്തിൻ്റെയും ഹിംസയുടെയും തലമാണ്. ഇസ്ലാമിലെ നന്മയുടെ അംശങ്ങൾ വേർതിരിച്ച് ഇസ്ലാമിനെ പരിഷ്കരിച്ച് ശുദ്ധീകരിച്ചെടുക്കണം. അത്തരം പരിഷ്കരണങ്ങൾക്ക് ഇടം നൽകുന്നില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ മൗലികമായ പ്രശ്നം. ഇതാണ് അദ്ദേഹവും അഭിമുഖം നടത്തിയ ആളും പറഞ്ഞു വെക്കുന്നത്. അദ്വൈതവും സർവമത സത്യവാദവുമൊക്കെ ഖുർആനിൽ അവർ കണ്ടെത്തുന്നുമുണ്ട്. ഈ അഭിമുഖം ഇവിടെ പരാമർശിച്ചത് അതിൻ്റെ ഉള്ളടക്കം വിശകലനം ചെയ്യാൻ വേണ്ടിയല്ല. സംഘപരിവാർ പാളയത്തിൽ നിന്നുകൊണ്ട് ഒരാൾ ഇസ്ലാമിലെ ഹിംസയെ വിമർശിക്കുന്നതിലെ വൈരുദ്ധ്യവും കാപട്യവും ആർക്കും തിരിച്ചറിയാവുന്നതേയുള്ളൂ. ബഷീർ ഖുർആനിൽ നിന്ന് കണ്ടെത്തിയ ഇസ്ലാം കെ.എസ്. രാധാകൃഷ്ണൻ കണ്ടെത്തിയ സൂഫി ഇസ്ലാം തന്നെയായിരുന്നോ എന്ന ചർച്ചയിലേക്കും ഇവിടെ കടക്കുന്നില്ല. ശുദ്ധി ചെയ്ത് മോഡേൺ ആക്കേണ്ടത് ഇസ്ലാമിനെയല്ല, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്ന മുസ്ലിങ്ങളെ ശുദ്ധി ചെയ്ത് ഇസ്ലാമാക്കണം എന്ന് ബഷീർ എഴുതിയിട്ടുണ്ട്. അനൽ ഹക്ക് എന്നും അഹം ബ്രഹ്മാസി എന്നും ദൈവത്തിൻ്റെ അനേകം സൃഷ്ടികളിൽ ഒന്നായ മനുഷ്യൻ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും ബഷീർ പറഞ്ഞിട്ടുണ്ട്. പല തലങ്ങളിൽ പല കോണുകളിൽ വായിക്കാവുന്നതാണ് ബഷീറിൻ്റെ ജീവിതവും രചനാലോകവും. ഇസ്ലാമിനെക്കുറിച്ച വിമർശനാത്മക സംവാദങ്ങളിൽ പതിവായി കടന്നുവരുന്ന ചില പ്രമേയങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് മേൽ അഭിമുഖം ഉദ്ധരിച്ചത്. അതിലൊന്നാണ് നല്ല ഇസ്ലാം ചീത്ത ഇസ്ലാം എന്ന ബൈനറി. കൊളോണിയൽ വ്യവഹാരങ്ങളിലെ നല്ല മുസ്ലിം ചീത്ത മുസ്ലിം ബൈനറി പോലെ എല്ലാ മതങ്ങളിലെയും പോലെ ഇസ്ലാമിലും നന്മയുടെയും തിന്മയുടെയും ദ്വന്ദ്ങ്ങളുണ്ട്. അതിൽ തെറ്റായ അംശത്തെ സ്വാംശീകരിക്കുന്നവരാണ് തീവ്രവാദികളും ഭീകരവാദികളുമായി മാറുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ പ്രമാണ ഗ്രന്ഥങ്ങളിലെ ദോഷകരമായ പരാമർശങ്ങളെ കാലികമായി വായിച്ചും വ്യാഖ്യാനിച്ചും തിരുത്തിയും ഇസ്ലാമിനെ പരിഷ്കരിക്കുകയാണ് വേണ്ടത്. മറ്റു മതങ്ങളൊക്കെ അങ്ങനെയാണ് പരിഷ്കരിക്കപ്പെട്ടത്. ഇസ്ലാമിനകത്തെ ഇത്തരം പരിഷ്കരണ ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇസ്ലാമിൻ്റെ അപകടങ്ങളെ ഇല്ലാതാക്കാനുള്ള വഴി. അതിന് ഇടം നൽകാത്തവരാണ് മതമൗലികവാദികൾ. ഇങ്ങനെ പോകുന്നു ഇസ്ലാമിനോട് പ്രത്യക്ഷത്തിൽ അനുഭാവം പുലർത്തുന്നവർ എന്ന് തോന്നിക്കുന്ന വിമർശകരുടെ വാദഗതികൾ. നമ്മുടെ നാട്ടിലെ ലിബറലുകളും സെക്യുലറിസ്റ്റുകളും മുതൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ഭീകരതാ വിരുദ്ധ യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കൻ സാമ്രാജ്യത്വം വരെ പല അളവിൽ ഈ ആഖ്യാനം പിന്തുടരുന്നവരാണ്. നല്ല ഇസ്ലാമും ചീത്ത ഇസ്ലാമും ഉണ്ടായതുപോലെ നല്ല മുസ്ലിമും ചീത്ത മുസ്ലിമും, ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം, പിറന്നത് ഇതേ വ്യവഹാരത്തിലൂടെയാണ്. പാരമ്പര്യവാദികൾ, മിതവാദികൾ, തീവ്രവാദികൾ, മൗലികവാദികൾ, ഭീകരവാദികൾ തുടങ്ങിയ കള്ളികളിൽ മുസ്ലിങ്ങൾ വർഗീകരിക്കപ്പെട്ടത് ചീത്ത മുസ്ലിങ്ങളിൽ നിന്ന് നല്ല മുസ്ലിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയുള്ള പ്രതിരോധമായി മോഡറേറ്റ് സ്പിരിച്വൽ സൂഫി ഇസ്ലാമിനെ വളർത്തിയെടുക്കാനും വേണ്ടിയാണ്. മുസ്ലിം ലോകത്തുടനീളം അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന നിരവധി NGO-കളിലൂടെ പ്രയോഗവൽക്കരിക്കപ്പെടുന്ന ഒരു വൻ പദ്ധതിയുടെ ഭാഗമാണിത്. കൊളോണിയൽ താൽപ്പര്യങ്ങൾക്ക് എതിരെ നിൽക്കുന്ന മുസ്ലിം ഗ്രൂപ്പുകളെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി പടിഞ്ഞാറ് സൃഷ്ടിച്ചെടുത്ത പദാവലികൾ അർത്ഥമറിഞ്ഞും അറിയാതെയും അതേപടി ആവർത്തിക്കുക മാത്രമാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ലിബറൽ സെക്യുലർ ചിന്താഗതിക്കാരും ചെയ്യുന്നത്. സംഘപരിവാർ മുസ്ലിങ്ങളെ തീവ്രവാദികൾ എന്ന് വിളിക്കുമ്പോൾ അതിന് ചില അധിക അർത്ഥങ്ങൾ കൂടി കൈവരും എന്ന വ്യത്യാസമേ ഉള്ളൂ. മേൽപ്പറഞ്ഞ എല്ലാ വിഭാഗത്തിൻ്റെയും അടിസ്ഥാന പ്രശ്നം മതത്തെക്കുറിച്ച സാമ്പ്രദായിക നിർവചനങ്ങളിൽ ഇസ്ലാം ഒതുങ്ങില്ല എന്നതാണ്. ഖുർആൻ മുസ്ലിങ്ങളുടെ മാറ്റമില്ലാത്ത അടിസ്ഥാന പ്രമാണമാണ്.
ഖുർആനിൽ മഹത്തായ ഒരുപാട് കാര്യങ്ങൾ വായിക്കുന്ന പലരും യുദ്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു വചനത്തിൽ എത്തുമ്പോഴേക്കും സ്തംഭിച്ചു നിൽക്കുന്നു. മതം ആത്മീയതയാണ്. ഭരണം, രാഷ്ട്രീയം, യുദ്ധം തുടങ്ങിയ ഭൗതിക കാര്യങ്ങളിൽ അത് ഇടപെടരുത് എന്ന സെക്കുലർ പൊതുബോധത്തിൽ നിന്നുകൊണ്ട് ഖുർആൻ വായിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് ഈ ആശയക്കുഴപ്പം സ്വാഭാവികമാണ്. യുദ്ധത്തിലും രാഷ്ട്രീയത്തിലും സാമ്പത്തിക സാമൂഹിക വ്യവഹാരങ്ങളിലും കുടുംബ വൈവാഹിക ജീവിതത്തിലും ധാർമ്മികത കൊണ്ടുവരുന്ന ഒരു ജീവിത ദർശനമാണ് ഇസ്ലാമിൻ്റേത് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ ഖുർആനിനെ മുഴുവനായി ഉൾക്കൊള്ളാനാവൂ. അല്ലാത്തവരാണ് നല്ല ഇസ്ലാം, ചീത്ത ഇസ്ലാം എന്ന ബൈനറി സൃഷ്ടിക്കുന്നതും ഇസ്ലാമിനെ പരിഷ്കരിച്ച് ശുദ്ധീകരണം എന്ന് ആഹ്വാനം നടത്തുന്നതും. ഇസ്ലാമിൻ്റെ വിമർശകർ ഒന്നൊഴിയാതെ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് കാണുന്നിടത്ത് വെച്ച് കാഫിറുകളുടെ കഴുത്തുവെട്ടാൻ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു എന്നത്. പല നിറത്തിലും തരത്തിലുമുള്ള ഇസ്ലാമോഫോബുകൾ ഏകകണ്ഠമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് സന്ദർഭത്തിൽ നിന്ന് സൂക്തങ്ങളെ അടർത്തിയെടുത്ത് ഉണ്ടാക്കിയ ഈ വൻ നുണ. യഥാർത്ഥ സൂക്തം എന്താണെന്നും അതിൻ്റെ അപ്പുറവും ഇപ്പുറവും എന്താണ് പറഞ്ഞതെന്നും അറിയാത്ത ധാരാളം ആളുകൾ ഇതപ്പടി വിശ്വസിക്കുകയോ ആശയക്കുഴപ്പത്തിൽ അകപ്പെടുകയോ ചെയ്യുന്നു. ഇത്തരം കുറേ നുണകളിലൂടെയാണ് ചീത്ത ഇസ്ലാമിനെ നിർമ്മിച്ചെടുക്കുന്നത്. ഖുർആൻ പറയുന്നതിങ്ങനെ: നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുവിൻ. എന്നാൽ അതിക്രമം പ്രവർത്തിച്ചുകൂടാ. എന്തെന്നാൽ അതിക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ അവരുമായി ഏറ്റുമുട്ടുന്നത് എവിടെ വെച്ചായാലും പൊരുതിക്കൊള്ളുക. അവർ നിങ്ങളെ പുറത്താക്കിയതെവിടെ നിന്നാണോ അവിടെ നിന്ന് നിങ്ങൾ അവരെയും പുറത്താക്കുക. എന്തുകൊണ്ടെന്നാൽ വധം ദുഷ്ടമാണെങ്കിൽ ഫിത്ന അതിലേറെ ദുഷ്കരമാകുന്നു. അൽ ബഖറ 190-191. ഒരു വിശദീകരണം പോലും ആവശ്യമില്ലാത്ത വിധം സ്പഷ്ടമാണ് ഈ സൂക്തത്തിൻ്റെ സന്ദർഭം. മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമായതിനു ശേഷം അവതരിച്ച ഈ സൂക്തത്തിൽ ശത്രുക്കളുമായുള്ള വ്യവസ്ഥാപിതമായ യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. യുദ്ധമുഖത്ത് ശത്രുക്കളെ എവിടെ കണ്ടുമുട്ടിയാലും അവരോട് ഏറ്റുമുട്ടുകയും വധിക്കുകയും ചെയ്തുകൊള്ളുക എന്ന പരാമർശത്തെയാണ് ലോകത്ത് എവിടെയെങ്കിലും ഒരു അമുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ ഉടൻ തലവെട്ടണം എന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് നിരന്തരം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. വിമർശകർ പറയുന്ന അർത്ഥത്തിൽ ലോകത്തിലെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഈ സൂക്തത്തെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും അമുസ്ലിങ്ങളുമായി സമാധാനപരമായി സഹവർത്തിക്കാൻ അവർക്ക് കഴിയുന്നത്. മേൽ സൂക്തങ്ങളിലെ അതിക്രമം പ്രവർത്തിക്കരുത് എന്ന വചനത്തിന് ഭീകരവാദത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് എതിരാളികൾ വിശേഷിപ്പിക്കുന്ന അബുൽ ആല മൗദൂദി നൽകുന്ന വിശദീകരണം കൂടി കാണുക. അതായത്, നിങ്ങളുടെ യുദ്ധം സ്വന്തം ഭൗതിക താൽപ്പര്യങ്ങൾക്കു വേണ്ടിയാകരുത്. സത്യദീനിൻ്റെ മാർഗത്തിൽ പ്രതിബന്ധങ്ങളുണ്ടാക്കാത്തവരുടെ നേരെ നിങ്ങൾ കൈ ഉയർത്തരുത്. യുദ്ധത്തിൽ ജാഹിലിയ മാർഗങ്ങൾ ഉപയോഗിക്കരുത്. സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും മുറിപ്പെട്ടവരെയും കയ്യേറ്റം ചെയ്യരുത്. ശത്രുപക്ഷത്ത് കൊല്ലപ്പെട്ടവരെ അംഗച്ഛേദം ചെയ്ത് വികൃതമാക്കരുത്. കൃഷിസ്ഥലങ്ങളെയും കാലികളെയും അനാവശ്യമായി നശിപ്പിക്കരുത്. ഇത്തരം മൃഗീയവും അക്രമപരവുമായ സകല പ്രവൃത്തികളും അതിക്രമത്തിൻ്റെ നിർവചനത്തിൽപ്പെടുന്നതാണ്. അവയെല്ലാം നബിവചനത്തിൽ നിരോധിക്കപ്പെട്ടിട്ടുമുണ്ട്. ബലപ്രയോഗം കൂടാതെ കഴിയാത്തയിടത്ത് മാത്രം നടത്തുക, ആവശ്യമുള്ളത്ര മാത്രം നടത്തുക എന്നതാണ് ഈ വാക്യത്തിൻ്റെ ഉദ്ദേശം. തഫ്ഹീമുൽ ഖുർആൻ. മേൽ സൂക്തങ്ങൾ യുദ്ധസന്ദർഭത്തിന് മാത്രം ബാധകമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ പിന്നീട് ഉന്നയിക്കപ്പെടുന്ന ചോദ്യം അതെന്തിന് ഖുർആനിൽ നിലനിർത്തിയെന്നാണ്. ഇത് കേട്ടാൽ തോന്നും യുദ്ധമല്ലാത്ത, യുദ്ധത്തിന് സാധ്യതയില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നതെന്ന്. വിമർശകരുടെയും പരിഷ്കരണവാദികളുടെയും പൊതുവായ ഒരു നിലപാട് അവരവരുടെ യുക്തിക്കും ചിന്തക്കും യോജിക്കാത്തതൊന്നും ഖുർആനിൽ ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. ഒന്നുകിൽ അത് എടുത്തു മാറ്റണം, അല്ലെങ്കിൽ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തണം. ഖുർആനിന് പിടുത്തം വിട്ട ലിബറൽ മാനവിക വ്യാഖ്യാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെയും അത്തരം വ്യാഖ്യാനങ്ങൾ വിമർശകർക്കിടയിൽ സ്വീകാര്യമായി തീരുന്നതിൻ്റെയും കാരണം മറ്റൊന്നല്ല, ഇസ്ലാം പരിഷ്കരണത്തിന് വഴങ്ങുന്നില്ല എന്നാണ് സ്ഥിരമായി ഉന്നയിക്കപ്പെടുന്ന പരാതി. ഇസ്ലാമിക പ്രമാണങ്ങളെ കാലികമായി വായിക്കാനുള്ള ഒരു സംവിധാനം ഇസ്ലാമിനകത്തു തന്നെയുണ്ട്. അങ്ങനെ വായിച്ചതുകൊണ്ടാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ വിവിധ ചിന്താസരണികൾ, മദ്ഹബുകൾ രൂപപ്പെട്ടത്. കാലികമായ പുതിയ ചോദ്യങ്ങളുമായും പ്രശ്നങ്ങളുമായും ഇടപെട്ടുകൊണ്ട് ഇപ്പോഴും വികസിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇസ്ലാമിലെ ചിന്തയും കർമ്മശാസ്ത്രവും. പക്ഷേ മാറ്റമില്ലാത്ത ചില അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടേ ഇസ്ലാമിന് പുതിയ വായനകൾ സാധ്യമാവൂ. വളയമില്ലാതെ ചാടുകയാണ്
ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ തന്നെ തകർക്കാൻ ലക്ഷ്യമിടുന്ന ലിബറൽ പരിഷ്കരണവാദികൾക്ക് വേണ്ടത്. അത്തരം പ്രവണതകളെ എതിർക്കുന്നവർക്ക് പതിച്ചു നൽകാനുള്ളതാണ് യാഥാസ്ഥിതികർ, മതമൗലികവാദികൾ, തീവ്രവാദികൾ തുടങ്ങിയ പട്ടങ്ങൾ. അദ്വൈതം, സർവമത സത്യവാദം, ലിബറലിസം, മോഡേണിസം, മാനവികവാദം ഇതെല്ലാം കൂടി സമാസമം കൂട്ടിച്ചേർത്ത് ഒരു അവിയൽ പരുവത്തിലുള്ള ഇസ്ലാമിനെ ഉണ്ടാക്കി എല്ലാവരെയും തൃപ്തിപ്പെടുത്തി കളയാം എന്നാണ് മുസ്ലിങ്ങൾക്കിടയിലെ ചില പരിഷ്കരണവാദികളുടെ ഉള്ളിലിരിപ്പ്. മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിലൊന്നും പെടാത്ത ഒരു കൂട്ടർ വേറെയുണ്ട്. ഇസ്ലാമിൽ ഒരു നന്മയും കാണാൻ കഴിയാത്ത, ഇസ്ലാം അടിമുടി തീവ്രവാദവും ഭീകരവാദവുമാണെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സാം ഹാരിസ് മുതൽ സി രവിചന്ദ്രൻ വരെയുള്ള നവനാസ്തികർ, എക്സ് മുസ്ലിം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മുടെ നാട്ടിലെ ചില യുക്തിവാദികളും ഈ ഗണത്തിൽപ്പെടും. കറകളഞ്ഞ ഇസ്ലാമോഫോബിയയാണ് ഇവരുടെ മുഖമുദ്ര. തലവെട്ട് സൂക്തങ്ങളാണ് അവരുടെ വജ്രായുധം. അവർക്ക് ഹമാസ് ഭീകര സംഘടനയും ഇസ്രായേൽ ഹമാസിന്റെ ഭീകരതയെ ചെറുക്കുന്ന സമാധാനപ്രേമികളുമാണ്. ലോക മുസ്ലിം ജനസംഖ്യയിൽ 1% പോലും വരാത്ത അൽഖായിദയും IS-ഉം താലിബാനുമാണ് അവർക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ പ്രതിനിധികൾ. ഓരോ മുസ്ലിമും ഒരു പൊട്ടൻഷ്യൽ ടെററിസ്റ്റാണ്, ഏത് നിമിഷവും ഭീകരവാദികളായി മാറാവുന്നവർ. ലോകത്തിലെ മഹാഭൂരിഭാഗം മുസ്ലിങ്ങളും ടെററിസ്റ്റുകൾ ആവുന്നില്ലെങ്കിൽ അതിന്റെ ഒരേയൊരു കാരണം അവർ ഇസ്ലാമിനെ ശരിക്കും മനസ്സിലാക്കാത്തതാണ്. റിച്ചാർഡ് ഡോക്കിൻസും സാം ഹാരിസും ക്രിസ്റ്റഫർ ഹിച്ചൻസും സി രവിചന്ദ്രനും പിന്നെ കുറച്ച് അൽഖായിദാദി തീവ്രവാദികളും മാത്രമാണ് ഇസ്ലാമിനെ ശരിക്കും മനസ്സിലാക്കിയവർ. നവനാസ്തികരുടെ ഒരു ഗുണം അവർക്ക് ചരിത്രബോധമോ സാമൂഹിക ബോധമോ ആവശ്യമില്ല എന്നുള്ളതാണ്. ലോകത്ത് എന്തൊക്കെ തിന്മയുണ്ടോ അതൊക്കെ അവർ ഇസ്ലാമിലേക്ക് വരവ് വെക്കും. ഇസ്ലാമിൽ എന്തൊക്കെ നന്മയുണ്ടോ അതൊക്കെ ഇസ്ലാമിൽ നിന്നെടുത്ത് മറ്റുള്ളവർക്ക് ചാർത്തിക്കൊടുക്കും. ഈ വിഷയത്തിൽ ഇവരോട് കിടപിടിക്കാൻ കഴിയുന്നവർ സംഘപരിവാർ മാത്രമാണ്. ഒരേ സൂക്തങ്ങളും ഒരേ തരം നുണകളുമാണ് രണ്ടു കൂട്ടരും പരസ്പരം മത്സരിച്ച് എഴുന്നള്ളിക്കാറ്. ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള വെറുപ്പും വിദ്വേഷവും ആർക്കാണ് കൂടുതൽ എന്ന സന്ദേഹം മാത്രമേ ബാക്കിയുള്ളൂ. രണ്ടു കൂട്ടരും പരസ്പര സഹകാരികളായതുകൊണ്ട് ഈ സന്ദേഹത്തിനും വലിയ പ്രസക്തിയൊന്നുമില്ല. ഒരു സംഘപരിവാർ വക്താവ് ഇസ്ലാമിനെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ പോലും അത് നിഷ്കളങ്കമാണെന്ന് കരുതാൻ കഴിയാത്തത് അവരുടെ അജണ്ടകൾ അത്രമേൽ ഹിംസാത്മകമായതുകൊണ്ടാണ്.